പാകിസ്ഥാനിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന്റെ ആരാധനാലയങ്ങൾക്കും മറ്റു പൊതുസ്വത്തുക്കൾക്കും കനത്ത നിയമപരിരക്ഷ ഉറപ്പാക്കുന്ന പുതിയ ബിൽ പഞ്ചാബ് പ്രവിശ്യ അസംബ്ലിയിൽ അവതരിപ്പിച്ചു. പഞ്ചാബ് പ്രൊട്ടക്ഷൻ ഓഫ് കമ്മ്യൂണൽ പ്രോപ്പർട്ടീസ് ഓഫ് മൈനോറിറ്റീസ് ആക്ട് 2026 എന്ന ഈ സുപ്രധാന നിയമം ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയായ ഫാൽബസ് ക്രിസ്റ്റഫറാണ് സഭയുടെ പരിഗണനയ്ക്കായി സമർപ്പിച്ചത്. വർഷങ്ങളായി പാകിസ്ഥാനിലെ ക്രൈസ്തവർ നേരിടുന്ന ഭൂമി കയ്യേറ്റങ്ങൾക്കും വ്യാജരേഖ ചമയ്ക്കലുകൾക്കും ഈ നിയമം അറുതി വരുത്തുമെന്ന് സഭാ അധികൃതരും മനുഷ്യാവകാശ പ്രവർത്തകരും പ്രത്യാശ പ്രകടിപ്പിച്ചു. പള്ളികൾക്കും സെമിത്തേരികൾക്കും പുറമെ സഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, കമ്മ്യൂണിറ്റി സെന്ററുകൾ എന്നിവയ്ക്കും ഈ നിയമം ശക്തമായ സംരക്ഷണം നൽകുന്നു. സഭയുടെയോ മറ്റു ന്യൂനപക്ഷ സമുദായങ്ങളുടെയോ പൊതുസ്വത്തുക്കൾ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ ഇനി മുതൽ സർക്കാരിന്റെ പ്രത്യേക അനുമതി നിർബന്ധമാണ്. മതിയായ അനുമതിയില്ലാത്ത ഇടപാടുകൾ നിയമവിരുദ്ധമായി കണക്കാക്കും. നിയമം ലംഘിച്ച് ന്യൂനപക്ഷ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നവർക്ക് 7 വർഷം വരെ തടവും കനത്ത പിഴയുമാണ് ബിൽ ശുപാർശ ചെയ്യുന്നത്. വ്യക്തികളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സഭാസ്വത്തുക്കൾ 6 മാസത്തിനകം സമുദായത്തിന്റെയോ ട്രസ്റ്റിന്റെ പേരിലോ പുനർ രജിസ്റ്റർ ചെയ്യണമെന്ന് ബില്ലിൽ നിർദ്ദേശമുണ്ട്. നിയമം നടപ്പിലാക്കുന്നതിനായി രൂപീകരിക്കുന്ന പ്രൊവിൻഷ്യൽ ആക്ഷൻ കമ്മിറ്റിയിൽ ന്യൂനപക്ഷ പ്രതിനിധികൾക്കും ഉന്നത പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥർക്കും പ്രാതിനിധ്യം നൽകും. ഈ ബിൽ പാകിസ്ഥാനിലെ ക്രൈസ്തവർക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നതാണ് എന്ന് ബിൽ അവതരിപ്പിച്ച ഫാൽബസ് ക്രിസ്റ്റഫർ പറഞ്ഞു. അന്താരാഷ്ട്ര ക്രിസ്ത്യൻ സംഘടനയായ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തു. പാകിസ്ഥാനിലെ ഏറ്റവും ജനസംഖ്യയുള്ള പഞ്ചാബ് പ്രവിശ്യയിൽ ഈ നിയമം നടപ്പിലാക്കുന്നത് രാജ്യത്തെ മറ്റ് പ്രവിശ്യകൾക്കും വലിയൊരു മാതൃകയാകുമെന്ന് ICC പ്രസിഡന്റ് ഷോൺ റൈറ്റ് അഭിപ്രായപ്പെട്ടു. പഞ്ചാബ് അസംബ്ലിയുടെ അടുത്ത സെഷനിൽ ബില്ലിന്മേലുള്ള വിപുലമായ ചർച്ചകൾ നടക്കും. നീതിക്കായുള്ള പോരാട്ടത്തിൽ പാക് ക്രൈസ്തവ സമൂഹം കൈവരിച്ച സുപ്രധാന വിജയമായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്.